രാധേ കൃഷ്ണ. ഇന്നത്തെ താങ്കളുടെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നത് ദ ഹെർമിറ്റ് എന്ന മേജർ ആർക്കാന കാർഡാണ്. നിങ്ങൾ സ്വന്തം സത്വത്തെ തിരിച്ചറിയാനാണ് ഇന്ന് യൂണിവേഴ്സ് പറയുന്നത്. അതായത് തിരക്കുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് അവനവനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനും സ്വന്തം മനസ്സിലാക്കി ആ സത്വത്തെ തിരിച്ചറിഞ്ഞ് സ്വന്തം ഉള്ളിലെ വെളിച്ചത്തിലൂടെ നിങ്ങൾ ശരിയായ പാതയിലേക്ക് പോകാനും ആ വെളിച്ചത്തെ ഉപയോഗിച്ച് കഴിയുമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഗൈഡൻസ് ആയിട്ട് നിന്ന് മറ്റുള്ളവരെ കൂടെ നന്മയിലേക്ക് നയിക്കാനും ശരിയായ മാർഗം കാണിച്ചു കൊടുത്ത് പോകേണ്ട ഒരു എനർജിയിലാണ് നിങ്ങൾ ഇന്ന് നിൽക്കുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ പക്വതയോടെ പഠിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. പ്രായോഗിക ബുദ്ധിയോടെ ചിന്തിക്കാനും അത് സാമ്പത്തികമായാലും അത് നന്നായി പ്ലാൻ ചെയ്യാനും ബന്ധങ്ങളെയൊക്കെ കൂടെ കൂട്ടിയും നല്ല പ്ലാനിങ്ങോടെ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് ഘടനയോടെ വിജയം നേടാനാകും എന്നൊരു ഗൈഡൻസാണ് യൂണിവേഴ്സ് തരുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചപ്പോൾ വന്നത് 7 ഓഫ് വാണ്ട്സ് എന്ന കാർഡാണ്. സ്വന്തം ആശയങ്ങളിലും നിലപാടുകളിലും ഭയം കൂടാതെ ഉറച്ചു നിന്ന് കഠിനാധ്വാനം ചെയ്ത് പ്രതിരോധിക്കേണ്ടിടത്ത് അത് ചെയ്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് ഓവറോളായി സ്വന്തം ആന്തരിക ശബ്ദം, സ്വന്തം സത്വത്തെ തിരിച്ചറിഞ്ഞ് ആ സ്വന്തം ആന്തരിക ശബ്ദം കേട്ടുകൊണ്ട് മുന്നോട്ട് പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് പോകാനും അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് അത് സാമ്പത്തികമായാലും കുടുംബത്തിനെ ഒരുമിച്ച് കൂട്ടി കഠിനാധ്വാനം ചെയ്ത് ഭയക്കാതെ ആത്മവിശ്വാസത്തോടെ വെല്ലുവിളികളെയൊക്കെ പ്രതിരോധിച്ച് ധൈര്യത്തോടെ നേരിട്ട് മുന്നേറേണ്ട മെസ്സേജാണ് ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. താങ്ക്